ഉണ്ടാക്കാവുന്ന ഹോം മെയ്ഡ് ഇൻക്യുബേറ്റർ. അതിന് നമ്മളൊരു കാർഡ്ബോർഡ് ബോക്സ് വേണം. പിന്നെ താറാമുട്ട 60 എണ്ണം ഉണ്ട്. അതായത് വലിയ താറാവിൻ്റെ മുട്ട, മീഡിയം സൈസ് താറാവിൻ്റെ മുട്ട, ചെറിയ താറാവിൻ്റെ മുട്ട, അതെല്ലാം മാർക്ക് ചെയ്ത് ABC എന്ന് കാറ്റഗറൈസേഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് 40 വാട്ട്സിൻ്റെ ബൾബ് ഇട്ടിരിക്കുകയാണ്. ഇത് കേട്ടോ, ചെറിയൊരു ഹോൾഡർ ഇങ്ങനെ ഇട്ട് വെച്ച്, പിന്നെ ഒരു കപ്പിനകത്ത് 3/4 കപ്പ് വെള്ളവും വെച്ചിട്ടുണ്ട്. ഇത് താറാമുട്ടയായതുകൊണ്ട് 28 ദിവസങ്ങൾക്കുള്ളിൽ വിരിയും. ഇത് ഫസ്റ്റ് ഡേ ആണ്. കോഴിമുട്ടയാണെങ്കിൽ 21 ദിവസം കൊണ്ട് വിരിയും. ഇത്രയായി. ഇനിയിപ്പം ഈ പ്രിൻ്റ് ഉള്ളത് നമ്മൾ എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഏതാണെന്ന് അറിയാനും ഓരോ സൈസും അറിയാൻ വേണ്ടിയാണ്. ഓരോ ഇനം കുട്ടനാട് താറാവ് ഏതാണ് നല്ലത്, ഏറ്റവും കൂടുതൽ വിരിയുന്ന ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് വേറെയും ഗുണമുണ്ട്. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് മുട്ട റൊട്ടേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പ്രിൻ്റുള്ള വശം അടിയിൽ വിടും. 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് മറിക്കും. അങ്ങനെ ഒരു ദിവസം 3 പ്രാവശ്യം എഗ്ഗ് റൊട്ടേഷൻ ചെയ്യണം. ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം നമ്മൾ ഹാച്ചറിക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ചൂട് നഷ്ടപ്പെടരുത്, മുട്ടയ്ക്ക് കേടുപാടുകൾ വരരുത്. മുട്ട സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഷേപ്പ്ലെസ് ആയതും ഓവർ വലിപ്പമുള്ളതും എഗ്ഗ് എടുക്കരുത്. കുത്തുമുട്ടയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഓരോ ദിവസത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. കണ്ടോ, ന്യൂസ് പേപ്പർ ഇട്ട് അതിന് ഫ്രണ്ടിൽ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കച്ചി ഉണ്ടെങ്കിൽ കച്ചി വെക്കാം. ഇതൊന്നും കച്ചിയൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് ടിഷ്യൂ പേപ്പറാണ് ഇട്ടത്. അതിൻ്റെ മുന്നിൽ അതിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. വളരെ സോഫ്റ്റ്. ഇനി ഞാനിത് ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് വിരിയുമെന്ന് നോക്കാം കേട്ടോ. ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് ഇനിയിപ്പോൾ ഉണ്ടോ ഒരു ടർക്കി ഇട്ടിട്ട് ഞാൻ മൂടുവാണ്. ടർക്കി ഇട്ട് മൂടി അതിന് വെയിറ്റും വെച്ച് ഇനി 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ റെഡിയാക്കി. ഓക്കെ.